പുരുഷന്മാരുണ്ട്, അവർക്ക് സൗജന്യം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയ അനീതിയായിട്ട് തോന്നില്ല. ഞാനല്ലല്ലോ ചിന്തിക്കേണ്ടവരത് ചിന്തിക്കട്ടെ. എന്നോട് ചോദിച്ചിട്ട് അല്ല, അപ്പോ ഈ ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ആതിരക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇത് ആളുകൾ കേൾക്കാൻ ആൾക്കാരുണ്ട്, തീരുമാനം. അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് ലൈക്ക് പവർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് കേൾക്കാൻ ആളുകളുള്ളത്, അല്ലാത്തപ്പോൾ അത് കേൾക്കാൻ ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ ഉള്ളത് പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പബ്ലിക്ലി പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. ഇത് അവരെ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ, അവർ ചെയ്യട്ടെ. ആഫ്റ്റർ ഇലക്ഷൻ ബിഫോർ ഇലക്ഷൻ ഒരു മാറ്റം പറയാമോ? ആളുകൾ നോക്കി കാണുന്നതോ അല്ലെങ്കിൽ ഇപ്പം മുമ്പ് അറിയപ്പെടുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി പറയുമ്പോഴേ അവിടെ ചെന്നാൽ മിനിമം 1-2 പേരെങ്കിലും അറിയാവുന്നവരുണ്ടാവും. ആക്ച്വലി അതാണ് മേജർ ഡിഫറൻസ്. അല്ലാതെ വേറെ ആളുകൾ എങ്ങനെ നോക്കി കാണുന്നത്? അതായത് എന്താ പറയാ, ഒരു എന്റെ അടുത്ത് വരുന്ന എല്ലാം ഭയങ്കര റെസ്പെക്ടോട് കൂടിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന സോക്കോൾഡ് കമന്റ് ബോക്സസിലെ ആൾക്കാരൊന്നും ഞാൻ നേരിട്ട് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം തന്നെ നമ്മളെ ഒരു റെസ്പെക്ട് ചെയ്ത് ഒരു സന്തോഷത്തിൽ സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഓടി വന്ന് നമ്മുടെ അടുത്തത് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ, അപ്പൊ ഒരു സന്തോഷം. ഈ ഇലക്ഷനില് ഇപ്പോ ഇലക്ഷന്റെ റിസൾട്ട് വന്നല്ലോ, അത് ആതിര വിചാരിച്ച ഒരു കാര്യം അത് നമ്മൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന് മറന്നു പറയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റിസൾട്ട് പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താ പറയാ ജനങ്ങളുടെ കയ്യിലും പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വരന്റെ കയ്യിലാണ്. അവർ രണ്ടുപേരും ഇത് തീരുമാനിക്കുന്നത്. അല്ലാതെ അതിനകത്ത് എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു ഇത്ര വോട്ട് കിട്ടും, ജയിക്കും, തോൽക്കും, ഇതൊന്നും എന്റെ ഞാൻ എവിടെയും ഞാൻ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജയിച്ചാൽ ചെയ്യും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ആളുകളും സ്ഥാനാർത്ഥികളും ചെയ്യുന്ന പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തു. അത്രയും സമയം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. ആൻഡ് ഇപ്പം കറന്റ്ലി അങ്ങനെ തന്നെയാണ്. ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോന്നിട്ടുണ്ട്, പൊക്കോണ്ടിരിക്കുന്നു. അതിന്റെ മുന്നോടിയാണ് ഇപ്പൊ ചെയ്ത തറക്കല്ലുള്ളത്. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്തും ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ചില കാര്യങ്ങൾ പബ്ലിക് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലും പറയും അതും പബ്ലിസിറ്റിക്ക്. അതുകൊണ്ട് പറയാം, ആളുകൾ ഈ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറെ ചിലപ്പോൾ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും. ആളുകളുടെ കമന്റ് ബോക്സിൽ അതിന് വാല്യൂ ഉണ്ടോ? ശരിക്കും ആളുകളുടെ കമന്റ് ബോക്സിലെ കമന്റ്സിന് വാല്യൂ ഉണ്ടോ? ഞാൻ വാല്യൂ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതിന്. അതിൽ മാത്രമല്ല, വേറൊന്നിനും ഞാൻ ഇത് കൊടുക്കാറില്ല. കൊടുക്കുന്നില്ല അതിലേക്ക്. പ്രചരണത്തിന് വന്നപ്പോഴാണോ അതിനെ ആദ്യം കാണുന്നത്? അപ്പൊ എന്താ പറഞ്ഞു? ഞങ്ങളുടെ വീടും ഞങ്ങളുടെ രീതിയൊക്കെ കണ്ടപ്പോഴത്തേനും അതിന് ഞങ്ങളോട് ചോദിച്ച് വീടില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ ആതിര പറഞ്ഞ് ഞാൻ വോട്ടിന് നിന്നിട്ട് ജയിച്ചാലും ജയിച്ചില്ലേലും ഞങ്ങൾക്ക് വീട് തരുമെന്ന് ഉറപ്പ് പറഞ്ഞു. ആ ഒരു ധൈര്യം പറയാൻ കാരണം എന്താ? ജയിച്ചാലും ജയിച്ചില്ലേലും ചെയ്തു കൊടുക്കുന്നു പറയാൻ കാരണം വഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതൊന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്ക് ഒറ്റയതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹെൽപ്പെങ്കിലും, ഇനി മൊത്തത്തിൽ വീട് പണിത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഹെൽപ്പെങ്കിലും ചെയ്യണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആഗ്രഹം എപ്പോഴും ഫുൾ വീട് വെച്ച് കൊടുക്കണമായിരുന്നു. എന്നാലും കുറേ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സുനിലങ്കളാണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു വഴി തെളിച്ചത്. അങ്ങളുടെ ഇതിനകത്ത് നിന്ന് കണ്ടിട്ടാണ് ഈ CMN ട്രസ്റ്റുകാർ വിളിക്കുന്നത്. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഇത്രയും നടത്തി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് നടത്താൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ദൈവം നമ്മുടെ കൂടെ സത്യം, അതെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ച വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നീന്തി നടക്കുന്നതെന്നറിയോ. വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല. പിന്നെ എനിക്കൊരു ഇതുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കിടപ്പാടം വേണമെന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടെത്താറുണ്ട്. അഭിപ്രായം ഒന്നും ഞങ്ങൾക്ക് പറയാനും ഇവർക്ക് സംശയമുണ്ട്. നിങ്ങൾ അന്ന് അച്ഛൻ ആ വീഡിയോക്കകത്ത് BJP എന്ന് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ BJP-ക്കാരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചതാണ് പൊതുവെ ഇവരുടെ ഒക്കെ വീഡിയോയിൽ എൻ്റെ ഇതിനൊക്കെ വരുന്ന കമന്റ് പറയുവാണെങ്കിൽ. ചേട്ടൻ നേരത്തെ തൊട്ട് എൻ്റെ ഭർത്താവ് നേരത്തെ തൊട്ട് BJP ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അതല്ലായിരുന്നു. ഇനി ഞങ്ങളുടെ മരണം വരെ അതല്ലായിരുന്നു എന്ന് പറയാൻ കാരണം ഇവരുടെ മോൻ ചേട്ടൻ ആള് മരിച്ചുപോയി. ചേട്ടൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പം അന്ന് ഞാനിവിടെ വന്നപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, മോളെ ഒന്നും തോന്നരുത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മോൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്, ഒന്നും വിചാരിക്കരുതെന്ന്. എനിക്ക് എല്ലാവരും പറയുന്നത് ഞാൻ വോട്ട് പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്തത്. അവരുടെ അവസ്ഥ കണ്ടിട്ടാണ്. ഇനിയെങ്കിലും അത് പറയരുത്. നമ്മളെന്തോ നിങ്ങൾ ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളിങ്ങനെ പന്തല് വെട്ടി
ഷീറ്റ് പൊളിക്കാൻ കയറിയപ്പോൾ തന്നെ പകുതിയും പോയി, വീട് പോയി. അപ്പം ഞാൻ പറഞ്ഞു JCB വേണ്ട, JCB കൂടെ ഒച്ച കേൾക്കുമ്പോഴേ ഞങ്ങളുടെ വീട് പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ JCB വന്നൊന്നും തൊട്ടില്ല, അതിന് മുമ്പേ ഞങ്ങളുടെ പേരെ വീണു. അതേ പരുവത്തിലായിരുന്നു ഞങ്ങൾ. അവരുടെ ഭാഗത്ത് നിന്ന് സഹായമൊന്നും അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ആരുടെ ഇപ്പോൾ യുഡിഎഫുകാരെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുമൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയുന്നില്ല, ആരോടും ഞാൻ പറയുന്നില്ല, ഞാൻ ആരുടെ അടുത്തും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുമല്ലോ ഞങ്ങൾക്ക് വീട് തരാം, അപ്പം ജോലി തരാം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെങ്കിലും അത് എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങളുടെ തലയിലോട്ട് വീഴട്ടെ, ഞങ്ങളുടെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടുമല്ലോ, പൊതുവെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാന്ന്. അങ്ങനെ ഞാൻ